ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴേക്കാണല്ലോ നമ്മുടെ മനസ്സിൽ കയറിയ ഒരു ഫീലിംഗ് കണ്ടോ CBR എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഒരു ഡ്രീം ബൈക്കായിരുന്നു CBR 150 250R ഒക്കെ കേട്ടാ. അത് എങ്ങനെയൊക്കെയോ നമ്മ ഇതുമായിട്ട് അങ്ങനെ വീണുപോയി. പക്ഷേ ആ സമയമൊക്കെ എടുക്കാനുള്ള സാഹചര്യം വന്നില്ല കേട്ടോ പറ്റൂ. പക്ഷെ ഇപ്പോഴും ആ സെയിം റൈഡിങ് ഫീലും ആ സെയിം റിഫൈൻമെന്റും ഞാൻ ഇപ്പൊ അനുഭവിക്കാൻ കേട്ടോ പറ്റൂ. ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ മീറ്റർ ക്ലസ്റ്ററിലേക്ക് നോക്കി, അതായത് ഒരു റേസിംഗ് DNA മീറ്റർ ക്ലസ്റ്റർ ഉണ്ട്. അതായത് RPM മീറ്റർ ഇങ്ങനെ പോവും, താഴെ സ്പീഡോമീറ്റർ ഇങ്ങനെ പോവും. ഇപ്പൊ പല വണ്ടികൾക്ക് ഇത് മിസ്സിങ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും ആലോചന മനസ്സിലാവട്ടെ. അത് പക്കാ ഒരു സ്പോർട്ട്നെസ് എന്താണെന്ന് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ മനസ്സിലാക്കി തന്നിട്ട് മോഡലാണെന്നുണ്ടാ നമ്മുടെ CBR 150R. 2011-12 എന്റെ വണ്ടി. ഇത് നമ്മുടെ 2014 വണ്ടിയാണ്. തായ്ലാൻഡ് വെക്കണ്ട കുറച്ച് വിശേഷങ്ങളുണ്ട് ഈ വണ്ടിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. മച്ചു, അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോണ വണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് CBR 150R ആണ്. അതായത് 2014 MotoGP ചാമ്പ്യൻഷിപ്പ് എഡിഷൻ MM93 സൈൻ ഉൾപ്പെടെയുള്ള ഒരു തായ്ലാൻഡ് വേർഷൻ ഹോണ്ട CBR 150R 93 റെപ്സോൾ എഡിഷൻ ആണ് മച്ചു ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോണ. നിങ്ങൊന്ന് വണ്ടി മൊത്തത്തിലൊന്ന് കണ്ടു നോക്കട്ടാ. 12 വർഷം പഴക്കത്തിന്റെ ചെറിയ ചാബല്യങ്ങളുണ്ട് വണ്ടിക്ക്. വണ്ടി ഒരു പ്രാവശ്യം വലത്തേക്ക് ഒരു പടവൻ ഇട്ടിട്ടുണ്ട്, കിറ്റ് നൈസായിട്ട് പൊട്ടിട്ടുണ്ട്. അതൊഴികെ ഇപ്പോഴും ആ കിറ്റിൽ നിന്ന് വന്ന ചെറിയ വൈബ്രേഷൻ അല്ലാണ്ട് വണ്ടിക്കൊരു കംപ്ലൈൻറ്റും ഇല്ലെന്നുള്ളതാണ് സത്യം. കുമ്പാരി അപ്പം നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല കേട്ടോ. അതെ 16,700 അല്ലട്ടാ 1,67,632 കിലോമീറ്റർ ആണ് മച്ചി ഈ വണ്ടി മൊത്തത്തിൽ ഓടിയേക്കണത്. അതായത് ഈ കുട്ടി സൂപ്പർ ബൈക്ക് CBR 150R ക്ലോക്ക് ചെയ്തേക്കണത് 1,67,000 പൊക്കത്ത് കിലോമീറ്റർ ആണ്. സൂൺ ടച്ചിങ് 2 lakh കിലോമീറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. 12 വർഷം പഴക്കമുള്ള വണ്ടിയാണ് കാര്യത്തിൽ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ വ്യൂ കണ്ട, അതായത് ഈ റൈഡേഴ്സ് വ്യൂ എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഭയങ്കര ജീനിയസ് എഞ്ചിനീയറിംഗ് കണ്ട. അതായത് ഈ അനലോഗ് RPM മീറ്ററും ഈ സ്പീഡോമീറ്ററും ഈ ഒരു സംഭവം, ഈ ഒരു മീറ്റർ തന്നെ അത് സത്യം പറഞ്ഞൊരു വണ്ടറല്ലേ. ഇത്രം ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി മീറ്റർ ഇപ്പോഴും ചീത്തായിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇതിൻ്റെ റൈഡിങ് ഇതിൻ്റെ ഫെയറിങ് ക്വാളിറ്റി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് മെറ്റൽ ടാങ്ക്, ഈ ഫൈബർ ടാങ്ക് നോക്കി, സ്വിച്ചസ് ഒക്കെ ഉണ്ട്. ഇപ്പോഴും സാധാരണ ഈ ഫൈബറൊക്കെ ഫെയ്ഡ് ആവും. ഇതൊന്നും ഇപ്പോഴും ഫെയ്ഡ് ആയിട്ടില്ല മനസ്സിലായി. അത് 12 വർഷം പഴക്കമുള്ള വണ്ടി, 1,67,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ മെറ്റൽ ടാങ്ക്, ഫൈബർ പാർട്സ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പടവൻ പോയിക്ക് പൊട്ടിട്ടുണ്ട്. അതല്ലാണ്ട് ഈ ഫൈബറിനൊക്കെ ഒരു ഇപ്പോഴും അതിൻ്റെ ആ ഫിനിഷിങ് നോക്കി, ആ ഷൈനിങ്. അപ്പോൾ ഹോണ്ടയുടെ ഒക്കെ ക്വാളിറ്റി അതാണ് ഞാൻ ഇതിൽ കൂടി കാണിക്കുന്നുണ്ട്. കമ്പനി പെയിന്റിങ് ആണ് വെച്ച് ഒരു സാധനവും മാറ്റിയിട്ടില്ല. ഹാലോജൻ ഹെഡ്ലൈറ്റ് ആണ് സംഭവം. അക്സെപ്റ്റ് ചെയ്യണം ഇതിൻ്റെ ഒരു ക്വാളിറ്റീനെ. എൻജിനിലൊരു മേജർ പണി ചെയ്തതായിട്ട് നമ്മൾ ഓർക്കണ പോലും ഇല്ല. ഒരു മെക്ഡൊണാൾഡ്സ് കഴിക്കണ കാശ് പോലും ആകൂല ഇതിൻ്റെ പീരിയോഡിക് സർവീസ്. അതേപോലെയാണ് മനസ്സിലായ വണ്ടി ഇറക്കി വിട്ടേക്കുന്നത്. അതായത് 1 ലിറ്ററാണ് ഇതിൻ്റെ എൻജിൻ ഓയിൽ, 1.2 ലിറ്ററാണ് എൻജിൻ ഓയിൽ ആകെ മാറ്റേണ്ടത്. ഇതിനൊരു ഓയിൽ ഫിൽറ്റർ പോലുമില്ല. നിങ്ങൾ പറയണ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തായ്ലാൻഡ് വെർഷൻ ഉണ്ടോ? എനിക്ക് നാട്ടിലെ വെർഷനിൽ 150 ഓയിൽ ഫിൽറ്റർ ഉണ്ടാകുന്ന എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിനൊരു ഓയിൽ ഫിൽറ്റർ പോലും ഇല്ല. ഇതിൻ്റെ ഒരു മെഷ് ട്രേ ആണ് ഉള്ളത് കേട്ടോ. അത് എൻജിൻ കേസ് ഈ കവർ അഴിച്ചാൽ മാത്രമേ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അഴിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. കാരണം എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലാണ് ഇത് നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയുള്ള ഓയിൽ ചേഞ്ച് മാത്രമേ നടക്കണുള്ളൂ ഈ വണ്ടിയിൽ. അതായത് ഓയിൽ ചേഞ്ച് എല്ലാം 3000 കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കും. വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ടയർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അതാണ് ഈ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി കേട്ടോ മച്ചു. തമാശ പറയാറില്ല. എൻജിൻ്റെ സീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ പറയാനുള്ള ഈ വണ്ടിയുടെ ഡിസൈനാണ്. അതായത് ഒരാഴ്ചക്കാലത്തേക്ക് വേണ്ടി പണിത് വെച്ചാൽ ഡിസൈനാണ്. എത്ര വർഷം കഴിഞ്ഞിട്ട് ഈ വണ്ടി ഔട്ട്ഡേറ്റ് ആണല്ലോ എന്നുള്ള സത്യം. അതായത് ഈ എയറോഡൈനാമിക്കലായ ഡിസൈനും മനസ്സിലായി. ഇതിൻ്റെ ഫെയറിങ്ങിൻ്റെ എല്ലാം കൊണ്ടും എന്ത് ക്വാളിറ്റി കൊണ്ടും ഈ വണ്ടിയുടെ ഡിസൈൻ അടുത്ത 10 വർഷത്തിൽ ഒരു അപ്ഡേറ്റ് ഇല്ലെങ്കിൽ പോലും സുന്ദരോടോടാ. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന പോലെ R15 V1 V2 V3 ഒക്കെ ഇങ്ങനെ മാറി ഓരോ 2-3 വർഷം കൂടുമ്പോൾ മാറുന്ന പോലെ ആ ഒരു സഡൻ ചേഞ്ചസ് ഒന്നും ഈ വണ്ടിക്ക് ആവശ്യമില്ല. ആരാണോ ഒന്ന് ഡിസൈൻ ചെയ്തത് നല്ല പണിയെടുത്തിട്ടാണ്ടാൻ പറ്റൂ. അതിപ്പോൾ നമ്മൾ 12 വർഷം 13 വർഷത്തേക്ക് ഇപ്പുറത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകേണ്ട. ആ സമയത്ത് ആൾക്കാർ കൊടുത്ത്
ആൾക്കാർ വാങ്ങാനുണ്ടായിരുന്നില്ല, മനസ്സിലായി? വാങ്ങാനുണ്ടായിരുന്നില്ല എന്നുള്ളതല്ല, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കോമ്പീറ്റേറ്റേഴ്സിൻ്റെ പ്രൈസുമായിട്ട് ഇതിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞതാണ് സത്യം. അതായത് അറിയാലോ, ഹോണ്ടയുടെ വണ്ടി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അവർക്കൊരിക്കലും അതിൻ്റെ പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ മാർക്കറ്റിൽ പ്രൈസിങ്ങിൽ പിടിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ വണ്ടി നമുക്ക് ഇപ്പോൾ കിട്ടാണ്ട് പോയതെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കി എടുക്കേണ്ട വെച്ചു. ഇവിടെയൊക്കെ സിംഗപ്പൂർ മാർക്കറ്റിലും ഇന്തോനേഷ്യൻ തായ്ലാൻഡ് മാർക്കറ്റിലൊക്കെ എല്ലാം ഇഷ്ടംപോലെ ഇതിൻ്റെ പുതിയ വെർഷൻസൊക്കെ ഇറങ്ങി. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ ഓടിക്കുമ്പോഴും ആൾക്കാർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും കേട്ടോ. കാരണം ലോകം മൊത്തം ഫാൻസുള്ള വണ്ടിയാണ്. ഇപ്പോൾ ഞാൻ സിഗ്നലിലൊക്കെ നിന്നപ്പോഴേക്കും ഒരാൾ അങ്ങനെ കാണിച്ചിട്ട്, അപ്പം കാണുമ്പോഴേക്ക് നമുക്ക് സന്തോഷം ഉണ്ടാകാൻ പറ്റൂ. ഈ ഒരു എവർഗ്രീൻ ഡിസൈൻ നമുക്ക് ഇപ്പോഴും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്. നമുക്ക് ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ 1 ലക്ഷത്തിന് താഴെ നമ്മൾ നല്ല ആൾക്കാർക്ക് ഇപ്പോഴും അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റി ഇഷ്ടംപോലെ വണ്ടികൾ കിട്ടുന്നുണ്ട്. നല്ല വണ്ടികൾ കിട്ടണോട്ടാ. നിങ്ങൾ ഓടിച്ചൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മച്ചു ഒന്നും നോക്കണ്ട, വേറെ ചിന്തിക്കേണ്ടത് ഞാൻ പറയണ്ട. ജസ്റ്റ് എടുത്തു, ആ വണ്ടി എടുക്കണമായിരിക്കും നല്ലത്. അതായത് ഒരിക്കലും നമ്മളെ ബോറടിപ്പിക്കില്ല. ചിലപ്പോൾ പവർ കൊണ്ട് ബോറടിപ്പിക്കുമായിരിക്കും. അതായത് ഇനീഷ്യലി കുറച്ച് അണ്ടർ പവേർഡാണ്. പക്ഷേ ഈ 150cc വണ്ടി ടോപ്പ് സ്പീഡ് അടിച്ചേക്കണേന്ന് പറഞ്ഞാൽ 140 ഉണ്ട്, മനസ്സിലായി? അപ്പോൾ R150 മാത്രമല്ല, നമ്മുടെ CBR-നും ടോപ്പ് എൻഡിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഇനീഷ്യലി നമുക്കൊരു ഇത്തിരി ബോറിങ് ആയിരിക്കും. പക്ഷേ അത് ആ വണ്ടിയുടെ ക്യാരക്ടറായിട്ട് കരുതിയാൽ മതി വെച്ചു. ഒന്നുകൊണ്ടും മേടിക്കണ്ട. ഓക്കെ, വേറൊരു പിന്നെ കാണാൻ വെച്ചു.